ഇന്നലെ അതായത് ശനിയാഴ്ച പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചുവരവ് പാലക്കാട്ടേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് പ്രതിഷേധിക്കുകയും ആ MLA ഓഫീസ് അടച്ചു പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവിടെ BJPയുടെ പുരുഷന്മാരുടെ വക ഒരു പ്രതിഷേധം, സ്ത്രീകളുടെ വക മറ്റൊരു പ്രതിഷേധം ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ മിനി കൃഷ്ണകുമാരും അതുപോലെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും നമ്മൾ കണ്ടു. ഈ ഒരു പ്രതിഷേധം ഒരർത്ഥത്തിൽ BJPയെയും സംഘമിത്രങ്ങളെയും വളരെ വലിയ തരത്തിൽ പരിഹാസപൂതരാക്കിയിരിക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ എന്നുള്ളതാണ്. കാരണം ഒന്ന്, പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് പ്രശാന്ത് ശിവനാണ് എന്നുള്ളതാണ്. ഈ പ്രശാന്ത് ശിവനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടങ്ങളിൽ ആരോപണങ്ങളിൽ മുന്നിൽ നിൽക്കുകയും ചെയ്ത അനാമികയും തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിൽ എടുത്ത തീരുമാനങ്ങളും ഇത്തരത്തിൽ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമായി മുന്നോട്ട് വരണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശാന്ത് ശിവൻ ലക്ഷങ്ങൾ അനാമികൾക്ക് കൈമാറുകയും ഒക്കെ ചെയ്തത് വളരെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഈ പുരുഷന്മാർ നടത്തിയ BJPയുടെ സംഘമിത്രങ്ങൾ നടത്തിയ ഈ പുരുഷന്മാരുടെ പ്രതിഷേധത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രശാന്ത് ശിവനാണ്. മറുഭാഗത്ത് സ്ത്രീകൾ, വനിതകൾ നടത്തിയ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ നിന്നതാവട്ടെ മിനി കൃഷ്ണകുമാറുമാണ്. ഈ മിനി കൃഷ്ണകുമാറിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മിനി കൃഷ്ണകുമാർ ആരാണെന്ന് ചോദിച്ചാൽ മിനി കൃഷ്ണകുമാറിന്റെ ഭർത്താവായിട്ടുള്ള C കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വന്നാലും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, അതല്ല പാലക്കാട്ടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് വന്നാലും ഒക്കെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ കൃഷ്ണകുമാറാണ്. ഈ കൃഷ്ണകുമാർ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട, സ്വന്തം ബന്ധുവായിട്ടുള്ള സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പീഡന വീരനാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ. അപ്പൊ ഇവര് ഇന്നലെ അവിടെ സമരത്തിന് വന്നപ്പോ, പ്രത്യേകിച്ച് മിനി കൃഷ്ണകുമാറും ഈ വനിതകളും വന്നപ്പോ നാട്ടുകാർ പറഞ്ഞത് എന്തെന്ന് വെച്ചാല്, മിനി കൃഷ്ണകുമാറിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളെ വീട് നന്നാക്ക്, കൃഷ്ണകുമാറിനെതിരെ ഒരു നടപടി എടുക്ക്, കൃഷ്ണകുമാറിനെ ഡിവോഴ്സ് ചെയ്ത് കൃഷ്ണകുമാറിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃഷ്ണകുമാറിന് ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ ശിക്ഷ ആദ്യം നിങ്ങൾ വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ രാഹുലിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന്. അല്ലെങ്കിലും നമ്മുടെ സാധാരണ ഒരു നാടൻ പ്രയോഗമുണ്ടല്ലോ, വീട് നന്നാക്കിയിട്ട് മതി നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്നതെന്ന്. അപ്പൊ അത്തരത്തിൽ മിനി കൃഷ്ണകുമാറിനെയും കൂടെ വന്ന ഈ മിത്രങ്ങളെയും നാട്ടുകാരാട്ടി ഓടിച്ചു. പിന്നെ MLA ഓഫീസ് പൂട്ടാൻ വന്നത് ഈ പറയുന്ന പ്രശാന്ത് ശിവനാണോ അവരെ പോലീസും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതല്ലെങ്കിലും നിങ്ങൾ ഇന്നലെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വരുമെന്നുള്ളത് അത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട ആരും, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തെ നേരിൽ ചെന്ന് കണ്ട കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള പാലക്കാട്ട് നിന്നുള്ള ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടം ശനിയാഴ്ച മണ്ഡലത്തിലെത്തുമെന്നുള്ള കാര്യമൊന്നും പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോ ഈ ഒരു മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധവുമായി വരുന്ന ഇവർ ഒരു കാര്യം ആലോചിക്കേണ്ടതല്ലേ? ഈ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്ന് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ അന്ന് മുതലേ രാഹുൽ എന്ന് മുതൽ പാലക്കാടില്ല, അല്ലെങ്കിൽ രാഹുൽ എന്ന് മുതൽ അടൂരിലെ വീട്ടിലേക്ക് പോയോ, അന്നൊക്കെയും ഇത്രയും ദിവസങ്ങളിലും ഇന്നലെയും ഇന്നും ഒക്കെ പാലക്കാട്ട് രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ എത്തുന്നവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്ര ദിവസവും MLA ഓഫീസ് അടച്ചു പൂട്ടാൻ താല്പര്യമോ അല്ലെങ്കിൽ അത് കാണാത്തവരോ അല്ലല്ലോ ഈ പാലക്കാടുള്ള ഈ സംഘമിത്രങ്ങൾ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, രാഹുലാണെങ്കിൽ വന്നതുമില്ല, ഇന്നലെ സമയം വേസ്റ്റ് ചെയ്തു, അത് പോരാഞ്ഞിട്ട് MLA ഓഫീസിന് മുന്നിൽ പോയി പ്രതിഷേധം, ഫ്ലെക്സ് അടിച്ചു, പ്ലക്കാർഡുകൾ ഉണ്ടാക്കി, കാശ് പോയത് മിച്ചം, അങ്ങനെ എല്ലാം കൊണ്ടും നഷ്ടം നേരിട്ടിരിക്കുകയാണ്, അപമാനിതരായിരിക്കുകയാണ് ഈ BJPയുടെ സംഘമിത്രങ്ങൾ എന്ന് പറയുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്നവർക്കാണല്ലോ ഒരു കോമൺ സെൻസും തിരിച്ചറിവും
ഈ പറയുന്ന എന്താ പറയുന്ന ബുദ്ധിപരമായ ചില നീക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഈ ചാണകം തിന്നുന്ന ഐറ്റങ്ങൾക്ക് എന്ത് ബുദ്ധിയാണ്? ചാണകം തിന്നു കഴിഞ്ഞാൽ എന്ത് പോഷക കിട്ടുന്നത്? അത് ഓൾറെഡി അത് തന്നെ ഒരു നമ്മുടെ ഈ പറയുന്ന ഈ നമ്മൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മളുടെ വിസർജ്യം എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിനുള്ള മിനറൽസും പ്രോട്ടീനും അതുപോലെ അയണും അങ്ങനെ വൈറ്റമിൻസും എന്തൊക്കെയുണ്ടോ അതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ ശരീരം എടുത്തിട്ട് അതിൻ്റെയൊക്കെ ചണ്ടി, അതിൻ്റെ വേസ്റ്റ്, അതിൻ്റെ ഉപയോഗശൂന്യമായ ഏറ്റവും അവസാനം നമ്മൾ തുപ്പി വലിച്ചെറിയുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇത്തരത്തിൽ വിസർജ്യമായിട്ട് പുറന്തള്ളുന്നത്. അപ്പൊ ഈ വിസർജ്യം കഴിക്കുന്നവന് എവിടുന്ന് ബുദ്ധി ഉണ്ടാവാനാ? ബുദ്ധി ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട വൈറ്റമിൻസും പ്രോട്ടീനും മിനറൽസും അതിൻ്റെ എന്താ പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമല്ലോ. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ ബ്രെയിനിന് ഒക്കെ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്നും കഴിക്കാതെ ഇവന്മാർക്ക് എവിടുന്ന് ഈ ബുദ്ധി ഉണ്ടാവാനാ? അപ്പൊ ആ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇപ്പൊ ഈ പ്രശാന്ത് ശിവനും മിനി കൃഷ്ണകുമാറും ഒക്കെ നമ്മുടെ എന്താ പറയണ്ടേ, മിനി കൃഷ്ണകുമാർ ഇന്നലെ മുതൽ അബായ ഇട്ടിട്ട് ഹിജാബ് ഇട്ടിട്ടാണ് നടക്കുന്നതാന്ന് പറഞ്ഞത്. ഇവർക്ക് തീരെ കണ്ടാൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ പർദ്ദയും അബായയും ഹിജാബും ഈ ബുർക്കയും ഒക്കെ. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നത് തന്നെ കലിയാണ്. ബട്ട് മിനി കൃഷ്ണകുമാർ ഇപ്പൊ ഇന്നലെ ഈ ഒരു പ്രതിഷേധ മാർച്ചിന് ശേഷം പാലക്കാട് ടൗണില് എന്താ പറയേണ്ടത് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയത് ഈ അബായയും ഹിജാബും കണ്ണു മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ശരീരഭാഗങ്ങളെല്ലാം മൂടി മറച്ചിട്ടാണ് എന്നാ പറയുന്നത് കേൾക്കുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പാലക്കാട്ടുകാരെ കൂവി വിളിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പൊ പാലക്കാട്ടുകാരുടെ ഈ പരിഹാസം അത് സഹിക്കവയ്യാതെ ഇപ്പോ ബുർക്കയിട്ടാണ് നടക്കുന്നത്. പ്രശാന്ത് ശിവൻ ഇപ്പോൾ താടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശാന്ത് ശിവനും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഒന്ന് മാറി ഒരു കന്തൂറ ഇട്ട് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി നമ്മളെ പള്ളിയിലെ ഹത്തീബെല്ലാം ചെയ്യുന്ന രീതിയിൽ താടിയുള്ളത് കൊണ്ടും ഒരു തലയിൽ കെട്ടൊക്കെ കെട്ടി ഒരു കന്തൂറയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ ഇപ്പോൾ ഇതാണ് വഴി എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇപ്പോ ഉള്ളിലുള്ള ഒരു പറച്ചിൽ ബി.ജെ.പിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്, പാലക്കാടുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെടാ പൊന്നെ, രാഹുൽ ഇങ്ങനെ പറ്റിക്കുമെന്ന് നമ്മൾ കരുതിയില്ല. അവര് പറയാണ്, തമ്മിൽ പറയാണ്, രാഹുൽ ഇങ്ങനെ പറ്റിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രാഹുൽ എന്താണെങ്കിലും ശനിയാഴ്ച ഒരു ഉച്ചക്ക് മുമ്പായിട്ട് MLA ഓഫീസിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതും. അതിനുവേണ്ടിയാണ് ഫ്ലെക്സ് അടിച്ചതും പൂവൻകോഴിയുടെ തല കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചതും ഒക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു. ബട്ട് രാഹുൽ ഇത്തരം വലിയൊരു ചതി ഒരിക്കലും ചെയ്യരുതായിരുന്നു എന്നാണ് BJPയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മമിളി പറ്റിയിരിക്കുകയാണ്. സംഘമിത്രങ്ങൾ ഇപ്പോൾ അബായയും ബുർക്കയും ഹിജാബും ഒക്കെ ഇട്ട് കന്തൂറൊക്കെ ഇട്ട് തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പാലക്കാട് ടൗണിൽ ഇറങ്ങുന്നത്. പച്ചക്കറി വാങ്ങണമെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ളത്. എന്താണെങ്കിലും ഈ വേഷങ്ങളോടൊക്കെ ഇവർക്ക് വലിയ വെറുപ്പും വളരെ വലിയ കാണുന്നത് തന്നെ വലിയ കലിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഇപ്പോൾ പ്രശാന്ത് ശിവനും അതുപോലെ മിനി കൃഷ്ണകുമാറും ഒക്കെ പറയുന്നത്.